ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേയുള്ളൂ. അത് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ്. വടകരയിൽ CPM-ന്റെ കൊള്ളരുതായ്മകളിൽ മനംനൊന്താണ് ടി.പി. RMP പാർട്ടി ഉണ്ടാക്കിയത്. പിന്നാലെ വടകരയിൽ CPM-ന് അടിപതറി തുടങ്ങി. പഞ്ചായത്ത് ഭരണമടക്കം കയ്യിൽ നിന്ന് വഴുതി തുടങ്ങി. പിന്നീട് 52 വെട്ടുവെട്ടി ടി.പി.യെ CPM-ന്റെ ഒത്താശയോടെ പാർട്ടി ഗുണ്ടകൾ കാലപുരിക്കയച്ചതും കേരളം കണ്ടു. പാർട്ടി വിമർശിക്കാനും പാർട്ടിക്കുള്ളിലെ അഴിമതികളെ ചൂണ്ടിക്കാട്ടാനും ഒരാൾക്കും അവകാശമില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ടി.പി.യുടെ കൊലപാതകം. ഏറ്റവും ഒടുവിൽ വി. കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ ഭയപ്പെടുത്തുന്ന അവസ്ഥ വരെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള പാർട്ടി ഫണ്ടുകളിൽ നടന്ന വൻ ക്രമക്കേടുകൾക്കെതിരെയാണ് മുൻ ഏരിയ സെക്രട്ടറി വി. കുഞ്ഞികൃഷ്ണൻ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഈ വിഷയത്തിൽ വടകര MLA KK രമയും CPM-നെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി വെറും ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ലെന്നും അത് CPM-ന്റെ രാഷ്ട്രീയ ജീർണതയുടെ തെളിവാണെന്നുമാണ് KK രമ ആരോപിക്കുന്നത്. പയ്യന്നൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളെ സഹായിക്കാൻ പിരിച്ചെടുത്ത ഫണ്ടിൽ 1.5 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന പരാതി ആദ്യമായി ഉന്നയിച്ചത് വി. കുഞ്ഞികൃഷ്ണനായിരുന്നു. എന്നാൽ അഴിമതി നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം പരാതിക്കാരനായ അദ്ദേഹത്തെ ഒതുക്കാനാണ് പാർട്ടി ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പ് ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് എന്നിങ്ങനെ പല തലങ്ങളിലായി നടന്ന തിരിമറികൾ കൃത്യമായ കണക്കുകളോടെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. വി. കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ CPM-നെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് KK രമയും രംഗത്തെത്തി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പുതിയതല്ല. CPM-ൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആദ്യമായല്ല നടക്കുന്നതെന്ന് KK രമ ആരോപിച്ചു. 2005-2006 കാലഘട്ടത്തിൽ രക്തസാക്ഷി കുടുംബങ്ങളെ സഹായിക്കാൻ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുവെന്നും അന്ന് പാർട്ടിയിലുണ്ടായിരുന്ന തങ്ങൾക്കും അതിൽ പങ്കുണ്ടായിരുന്നുവെന്നും അവർ പറഞ്ഞു. എന്നാൽ പിരിച്ചെടുത്ത ഈ കോടികളുടെ കണക്ക് പിന്നീട് എവിടെയും കണ്ടിട്ടില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. സഖാക്കളുടെ ചോര വിറ്റ് കാശാക്കുന്ന നേതൃത്വമാണ് പയ്യന്നൂരിലേതെന്ന് KK രമ രൂക്ഷമായി വിമർശിച്ചു. മുൻപ് പിരിച്ച കണക്കില്ലാത്ത ഫണ്ടുകളും ഉണ്ടാകാൻ പോകുന്ന രക്തസാക്ഷികളുടെ പേരിൽ മുൻകൂട്ടി പിരിച്ചതാകാമെന്നും രമ പറഞ്ഞു. വെളിപ്പെടുത്തലുകൾ നടത്തിയ വി. കുഞ്ഞികൃഷ്ണന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന ഗൗരവകരമായ ആശങ്കയും അവർ പങ്കുവച്ചു. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഒഞ്ചിയത്തെ പഴയ ഭീകരാന്തരീക്ഷത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന് അടിയന്തരമായി പോലീസ് സംരക്ഷണം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. വടകരയിൽ ഷാഫിക്ക് ശേഷം CPM-ന് ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് KK രമയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ അർഹതയുള്ള വ്യക്തികളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ് KK രമ. MLA-യുടെ പ്രതികരണം കൂടി ചേർക്കുന്നു. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് പാർട്ടിയുടെ ജില്ലാ നേതാവാണ്. ആ ജില്ലാ നേതാവ് 50 വർഷത്തിലധിക കാലമായി സജീവമായ പാർട്ടി, ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ്. അതിൻ്റെ ഉള്ളിൽ നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത്. ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. വളരെ ഗൗരവമായ ഒരു വിഷയമാണിന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത്. ഒരു കാരണവുമില്ലാതാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇത് കൊണ്ടുവന്ന വിഷയം തീർച്ചയായിട്ടും ഇതൊരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല. ഫണ്ട് തിരിമറി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്ത ഫണ്ടാണ്. സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ അതിൻ്റെ പ്രതിഷേധമുണ്ടാകും. ആ കണക്കിൽ വിവാദം വരുമ്പോൾ അതിനെതിരെ കൃത്യമായ മറുപടി ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരമൊക്കെ അവിടേക്ക് സംഘടിപ്പിച്ചത്. പക്ഷേ വളരെ ക്രൂരമായ പോലീസ് അതിക്രമം, പോലീസിനെ നോക്കി നിർത്തി പാർട്ടി ഗുണ്ടകളാണ് അവിടെ അക്രമം അഴിച്ചുവിട്ടത്. പിന്നെ പാർട്ടി ഈ രക്തസാക്ഷി ഫണ്ട് ഇതൊന്നും ആദ്യത്തെ അനുഭവമല്ല. ഞാൻ വിചാരിക്കുന്നത് 2005-2006 കാലഘട്ടത്തിൽ CPM ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ പിരിച്ചൊരു ഫണ്ടുണ്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം 25 കോടിയിലധികം രൂപ രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ പിരിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന രക്തസാക്ഷികൾക്ക് കൂടി വേണ്ടിയുള്ള ഫണ്ടായിട്ടാണ് അന്നത് ഉണ്ടായിരുന്നത്. ആ ഫണ്ട്, അത്തരം ഫണ്ടുകളൊക്കെ അവിടെ നിൽക്കുകയും അതിൻ്റെ ഒരു കണക്കൊന്നും പിന്നീട് എവിടെയും കണ്ടില്ല. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ പാർട്ടിയകത്ത് ഉന്നയിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് പാർട്ടിയുടെ ജില്ലാ നേതാവാണ്. ആ ജില്ലാ നേതാവ് 50 വർഷത്തിലധിക കാലമായി സജീവമായ പാർട്ടി, ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ്. അതിൻ്റെ ഉള്ളിൽ നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത്. ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം
ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പം അദ്ദേഹത്തെ അനുകൂലിച്ച ആളുകളുടെ ബൈക്കൊക്കെ അവിടെ ഇന്നലെ കത്തി നശിപ്പിച്ചു, വീടുകൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു. ഇതേ അനുഭവം ഒഞ്ചിയത്ത് അനുഭവിച്ച ആളുകളാണ് ഞങ്ങൾ. അതിന്റെ ഒരേ രൂപമാണ് ഇപ്പോൾ പയ്യന്നൂർ കാണുന്നത്. പയ്യന്നൂർ പോലുള്ള ഒരു സ്ഥലം എന്ന് പാർട്ടി ഗ്രാമമാണ്, ഒഞ്ചിയത്തിനും പോലെ തന്നെ പാർട്ടി ഗ്രാമം, എതിരാളികളില്ലാത്ത പ്രദേശം. അവിടെയാണ് പൊതുപ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ അതിന്റെ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. പൊതുസമൂഹത്തിൽ ഇതിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടാകും. പൊതുസമൂഹത്തിൽ നിന്ന് കൂടി പിരിച്ചെടുക്കുന്ന ഫണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ആ രീതിയിൽ കാണാൻ കഴിയണം. ആ തരത്തിൽ ഇതിന് കൃത്യമായി കണക്ക് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ആക്രമിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം എന്നുകൂടിയാണ് ആവശ്യപ്പെടാനുള്ളത്.